എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വ്ളോഗിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് എന്ന് പറയുന്നത് നമ്മുടെ വേദുവിൻ്റെ ഡേ ഔട്ടാണ്. 4ാം ക്ലാസ്സിലാണ്. അപ്പോൾ പഠിക്കുന്ന സ്കൂളിൽ 4ാം ക്ലാസ് വരെ ഉള്ളൂ. 5ാം ക്ലാസ് തൊട്ട് വേറെ സ്കൂളിലാണ്. അപ്പോൾ എപ്പോഴും ആ സെൻഡ് ഓഫിൻ്റെ സമയത്ത് ഫെയർവെൽ കൊടുക്കുന്ന ആ ടീമിന്, ആ ക്ലാസ്സിന് ഒരു ടൂർ ഉണ്ടാവും. അപ്പോൾ ഇന്നാണ് അവരുടെ ടൂറ് പ്ലാൻ ചെയ്യുന്നത്. കാരണം 4ാം ക്ലാസ് കഴിഞ്ഞാൽ പിന്നെ ആ ക്ലാസ്സിനോട്, സ്കൂളിനോട് ബായ് പറയുകയാണ്. അപ്പോൾ കുട്ടികൾക്ക് നല്ലൊരു ഓർമ്മ കൊടുക്കണം, നല്ലൊരു മെമ്മറി അവർക്കുണ്ടായിരിക്കണം എന്ന രീതിയിൽ എല്ലാ സ്കൂളുകാരും ചെയ്യുന്നൊരു പതിവ് കാര്യമാണ്. പ്രത്യേകിച്ച് ഫെയർവെൽ ചെയ്യാൻ പോകുന്ന കുട്ടികൾക്ക്. സാധാരണ എല്ലാ സ്കൂളുകളും എല്ലാ കുട്ടികളെയും ഉൾപ്പെടുത്തുമായിരിക്കും. പക്ഷേ ഇവിടെ അവർ ഫെയർവെല്ലിൽ കൊടുക്കുന്ന, അതായത് ഇപ്പോൾ 4ാം ക്ലാസ്സിലെ കുട്ടികളെയാണ് പ്രിഫർ ചെയ്യുന്നത്. കാരണം അടുത്ത വർഷം ബാക്കിയുള്ള കുട്ടികൾക്ക് പോകാൻ അവസരമുണ്ടല്ലോ. അപ്പോൾ ഇന്നാണ് 4ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് ടൂറ് പോകാനുള്ള അവസരം. സാധാരണ 8 മണിക്ക് എണീക്കുന്ന എൻ്റെ പ്രിയ പുത്രൻ ഇന്ന് സ്കൂളിൽ നേരത്തെ പോകണം എന്നുള്ളത് കൊണ്ട് തന്നെ ടൂറിൻ്റെ തലേന്ന് ഉറങ്ങിയിട്ടേയില്ല. മിക്കവാറും അവൻ മാത്രമല്ല, അവൻ്റെ കൂടെയുള്ളവരെല്ലാവരും അങ്ങനെ തന്നെയായിരിക്കും. നാളെ എവിടെയെങ്കിലും പോകണമെന്ന് പറഞ്ഞാൽ തലേന്ന് ഒട്ടും ഉറക്കം കാണില്ല. 7:30 അവിടെ എത്തണമെന്നാണ് പറഞ്ഞത്. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് 7:30 അവിടെ എത്തണമെന്ന് പറഞ്ഞു. 7:30 അവിടെ എത്തി. പക്ഷേ ഇനിയും കുട്ടികൾ വരാനുള്ളത് കൊണ്ട് ഞാൻ അവിടെ ഇന്ന് നമ്മുടെ സ്കൂളിലുള്ള ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ വീഡിയോയിൽ പകർത്തി. നല്ല ഗാർഡൻ ഉണ്ട്, പച്ചക്കറിത്തോട്ടമൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ തന്നെയാണ് ഞാനും പഠിച്ചത്. അതുകൊണ്ട് അവിടെ എപ്പോൾ ചെന്നാലും എനിക്ക് എൻ്റെ കുറേ മെമ്മറീസ് ഉണ്ടാവും. അതുകൊണ്ട് എപ്പോൾ അവിടെ പോകാൻ അവസരം കിട്ടിയാലും ഞാൻ അവിടെ പോയി സമയം ചിലവഴിക്കാറുണ്ട്. അപ്പോൾ ഏകദേശം 8 മണിയോട് അടുപ്പിച്ച് നമ്മുടെ എല്ലാ കുട്ടികളും എത്തിച്ചേർന്നു. ടീച്ചർമാരും എല്ലാവരും എത്തിച്ചേർന്നു. അപ്പോൾ എല്ലാ കുട്ടികളും സ്കൂളിൽ നിന്നും പോകുന്നുണ്ട്. 4ാം ക്ലാസ്സിലെ എല്ലാ കുട്ടികളെയും ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് അവർ പോകുന്നത്. അതുപോലെ തന്നെ ടീച്ചർമാരും 5 കുട്ടികൾക്ക് ഒരു ടീച്ചർ എന്ന നിലയിലാണ് അവർ പോകുന്നത്. അതുകൊണ്ട് അത്യാവശ്യം കുറച്ച് രക്ഷകർത്താക്കളും PTA മെമ്പേഴ്സും ഈ ടൂറിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ബാക്കിയുള്ള ക്ലാസ്സുകൾക്ക് അവധി കൊടുത്തിട്ടുണ്ടെങ്കിലും ശനിയാഴ്ച പകരം വർക്കിംഗ് ഡേ വെച്ചിട്ടുണ്ട്. കാരണം ഒരു ദിവസം അവധി കൊടുത്താൽ വേറൊരു ദിവസം വർക്കിംഗ് ഡേ വേണമല്ലോ. അങ്ങനെ ആയതുകൊണ്ട് തന്നെ അവർ ടൂർ പോകുന്ന ദിവസം എല്ലാ ക്ലാസ്സിനും അവധി കൊടുത്തു. മറിച്ച് ഈ വരുന്ന ശനിയാഴ്ച അവർക്ക് ബാക്കിയുള്ള എല്ലാവർക്കും ഉള്ള പോലെ ക്ലാസ്സുമുണ്ട്. അങ്ങനെ കുട്ടികളുടെ പേരുകളൊക്കെ വിളിച്ചു. ഏകദേശം 46-ന് മുകളിൽ കുട്ടികളുണ്ട്. എല്ലാവരുടെയും പേര് വിളിച്ച് അറ്റൻഡൻസ് കൊടുത്തിട്ടാണ് ബസ്സിനുള്ളിൽ അവർ കയറ്റിയത്. സ്കൂളിൽ നിന്നും ടൂർ പോകുന്നു എന്ന് പറഞ്ഞപ്പോഴേ അവൻ എന്നോട് പറഞ്ഞു, എനിക്കും പോകണമെന്ന് ആഗ്രഹമുണ്ട്. ഞാൻ ഓക്കെ പറഞ്ഞു. കാരണം എൻ്റെ പ്രായത്തിൽ ഞാൻ പോയിട്ടില്ല. ഒന്ന്, ഫിനാൻസ് തന്നെയായിരുന്നു പ്രശ്നം. എൻ്റെ വീട്ടിൽ നിന്ന് 2ാമത്തെ ചേട്ടൻ മാത്രമേ ടൂറിന് പോയിട്ടുള്ളൂ. ഞങ്ങളാരും തന്നെ പോയിട്ടില്ല. അവൻ ടൂറിന് പോയിട്ട് വരുന്നത് വരെ കരച്ചിലായിരിക്കും ഞാൻ എൻ്റെ വീട്ടിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്തായാലും എൻ്റെ മോൻ എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ ആദ്യം പോകണ്ടെന്ന് പറഞ്ഞു. വെറുതെ അവനെ ഒന്ന് ചൊടിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അവന് 100% അറിയാം അവൻ്റെ ആഗ്രഹങ്ങൾ ഒട്ടുമിക്കതും സാധിച്ച് അവൻ്റെ അച്ഛൻ കൊടുക്കാറുണ്ട് എന്നുള്ളതുകൊണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ അവനെ സമ്മതിച്ചു. എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ ഫാമിലി ആയിട്ട് നമ്മൾ ടൂറിന് പോകാറുണ്ടെങ്കിലും അവരുടെ സ്റ്റുഡൻസ് അല്ലെങ്കിൽ അവരുടെ കൂട്ടുകാരന്മാരുമായിട്ട് ടൂറിന് പോകുമ്പോൾ കിട്ടുന്ന ഒരു എനർജിയും ഒരു ഫീലും അതൊരിക്കലും നമ്മൾ ഫാമിലിയുടെ പോയാൽ കിട്ടില്ല. ഫാമിലിയുടെ പോകുമ്പോൾ വേറൊരു വൈബാണ്. പക്ഷേ അവരുടെ ഫ്രണ്ട്സിനോടൊപ്പം പോകുമ്പോൾ അത് മറ്റൊരു വൈബാണ്. അത് ഞാൻ തിരിച്ചറിഞ്ഞത് ഞാൻ ആദ്യമായിട്ട് കോളേജിൽ നിന്നാണ് ടൂർ പോകുന്നത്. അതിനു മുമ്പ് ഞാൻ പോയിട്ടില്ല. കോളേജിൽ നിന്ന് ടൂറിന് പോകുമ്പോഴാണ് സത്യം പറഞ്ഞാൽ എൻ്റെ അഭിപ്രായത്തിൽ ഫസ്റ്റ് ഇയർ തന്നെ ടൂറിന് പോകണമെന്നാണ്. ഞങ്ങൾ പോയത് ഫൈനൽ ഇയറാണ്. ഫൈനൽ ഇയർ ടൂറിന് പോയി വന്നപ്പോഴേക്കും നമ്മൾ തമ്മിൽ പിരിയാൻ പറ്റാത്തത്രോളം സുഹൃത്ത് ബന്ധങ്ങളായി. അതിനു മുമ്പ് ഉണ്ടായിരുന്നുവെങ്കിലും കുറച്ചുകൂടെ ഞങ്ങളെല്ലാവരും അടുത്തു. അപ്പോൾ ആ ഫൈനൽ ഇയർ ആയതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് വളരെയധികം ബുദ്ധിമുട്ടായിരുന്നു. കാരണം പോയിട്ട് വന്നതിന് ശേഷം ഞങ്ങൾക്ക് പിരിയാനായിട്ട് പറ്റുന്നില്ല. 4 മണിക്ക് മുമ്പ് കോളേജിൽ നിന്നും വന്നുകൊണ്ടിരുന്ന ഞങ്ങൾ 4 മണി കഴിഞ്ഞു, 5 മണി കഴിഞ്ഞു. അവസാനം സെക്യൂരിറ്റി നമ്മളെ വഴക്ക് പറഞ്ഞ് ഗേറ്റ് അടയ്ക്കുന്ന സമയത്താണ് ഞങ്ങൾ വന്നുകൊണ്ടിരുന്നത്. അപ്പോൾ നമ്മുടെ കുട്ടിപ്പട്ടാളം സ്കൂളിൽ നിന്നും ആദ്യം ടൂറിന് പോയത് കലവൂരുള്ള കയർ മ്യൂസിയം സന്ദർശിക്കാൻ വേണ്ടിയിട്ടാണ്. തിങ്കളാഴ്ച ഒഴികെ ബാക്കി എല്ലാ ദിവസങ്ങളിലും ഈ മ്യൂസിയം ഓപ്പണാണ്. പ്രത്യേക ചാർജുണ്ട് കയറുന്നതിനൊക്കെ ആയിട്ട് കേട്ടോ. ഈ ചാർജിനെ പറ്റി എനിക്ക് വലിയ അറിവില്ല. ഇതൊക്കെ ടീച്ചർമാർ അയച്ചു തന്ന വീഡിയോയിൽ നിന്നും പകർത്തിയ വീഡിയോസാണ്. ഞാൻ ടൂറിന് പോയിട്ടില്ല. നമ്മുടെ ഒരു ഗ്രൂപ്പ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ആ ഗ്രൂപ്പിൽ ടീച്ചർമാരപ്പുള്ള കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ ആദ്യം പോയത് കയർ മ്യൂസിയത്തിലേക്കാണ്. ഏകദേശം 8 മണിക്ക് പുറപ്പെട്ട അവർ 10 മണിയോട് അടുത്ത് തന്നെ, 10 മണിക്ക് മുമ്പായിട്ട് തന്നെ അവർ കയർ മ്യൂസിയത്തിലെത്തി. നമ്മളൊരിക്കലെങ്കിലും, പ്രത്യേകിച്ച് ആലപ്പുഴ ജില്ലയിലുള്ള നമ്മളൊരിക്കലെങ്കിലും സന്ദർശിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു മ്യൂസിയമാണ്
ഈ കയർ മ്യൂസിയം. കാരണം ആലപ്പുഴയുടെ ഒരു വലിയൊരു വ്യവസായം തന്നെ കയറാണ്, കയറിലൂടെയാണ് മുന്നോട്ട് പോകുന്നത്. പക്ഷേ ഞാനിതുവരെ അങ്ങോട്ട് പോയിട്ടില്ല. എന്തായാലും പയ്യൻ പോയിട്ട് വന്നതിന് ശേഷം അവിടുത്തെ വിശേഷങ്ങളൊക്കെ പറഞ്ഞപ്പോൾ എന്തായാലും എനിക്കും അവിടെ ഒന്ന് പോകണം എന്ന് തോന്നി. ആലപ്പുഴയിൽ നിന്നും എറണാകുളം ഭാഗത്തേക്കാണ് പോകുന്നതെങ്കിൽ കലവൂർ എത്തുന്നതിന് മുമ്പായിട്ട് നമ്മുടെ വലത് സൈഡിൽ ഇത് കാണാം. ഇനി എറണാകുളം അല്ലെങ്കിൽ ചേർത്തലയിൽ നിന്നാണ് നിങ്ങൾ വരുന്നതെങ്കിൽ നമ്മുടെ കലവൂറിന് ജംഗ്ഷന് ശേഷം കുറച്ചുകൂടെ മുന്നോട്ടെത്തുമ്പോൾ നമ്മുടെ ഇടത് ഭാഗത്തായിട്ടാണ് ഈ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത്. സത്യം പറഞ്ഞാൽ ലോകത്തിൽ ഒരേ ഒരു കയർ മ്യൂസിയം ഉള്ളത് ഇത് മാത്രമാണ് എന്നുള്ളത് സത്യം പറഞ്ഞാൽ ഇതിനെപ്പറ്റി വോയിസ് ഓവർ കൊടുക്കാൻ വേണ്ടി നെറ്റിൽ അന്വേഷിച്ചപ്പോഴാണ് ഞാൻ മനസ്സിലായത്. അത്രയ്ക്ക് പ്രസിദ്ധമായിട്ടുള്ള സാധനമാണ്. അങ്ങനെ കയർ മ്യൂസിയം കണ്ട് അവർ നേരെ പോകുന്നത് ചേർത്തലയിലെ വയനാട്ടുള്ള അഖിലാഞ്ജലി സ്റ്റുഡിയോ പാർക്കിലാണ്. ഇതിനെപ്പറ്റിയും ഈ സ്കൂളിൽ നിന്നും കുട്ടികൾ ടൂറിന് പോകുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ ഈ ഒരു കാര്യം അറിയുന്നത്. സത്യം പറഞ്ഞാൽ ഇത് വന്നിട്ട് വർഷങ്ങൾ കുറേയായി. നെറ്റിലും കാര്യങ്ങളൊന്നും ഞാൻ കണ്ടില്ല, ചിലപ്പോൾ ഉണ്ടാവാം. ഇപ്പോൾ ഇവർ സ്കൂളിൽ നിന്നും പോകുന്നത് അഖിലാഞ്ജലി പാർക്കിലാണ് എന്ന് പറഞ്ഞപ്പോഴാണ് ഞാനും ഒന്ന് അതിനെപ്പറ്റി നോക്കാം എന്ന് വിചാരിച്ചത്. ഇത് ചേർത്തലയിലുള്ള ഏകദേശം കുറച്ച് വർഷങ്ങളെ ആയിട്ടുള്ളൂ അഖിലാഞ്ജലി സ്റ്റുഡിയോ പാർക്ക്. ഇവിടെയും എല്ലാ ദിവസവും പ്രവർത്തനമുണ്ട്. പക്ഷേ ഞാൻ പ്രവർത്തന സമയം നോക്കിയപ്പോൾ ഉച്ചയ്ക്ക് 3 മണി മുതൽ രാത്രി 10 മണി വരെയാണ്. എനിക്കൊന്ന് കുട്ടികൾ ഒരുപാടുള്ളത് കൊണ്ടായിരിക്കാം അവർ രാവിലെ മുതൽ ഇതിൻ്റെ പ്രവർത്തനം തുടങ്ങിയത്. രാവിലെയൊക്കെ ഈ പാർക്കിൽ വരിക എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടുള്ള കാര്യമായിരിക്കും. പ്രത്യേകിച്ച് ശനി ഞായർ ദിവസങ്ങളിൽ പ്രവർത്തന സമയം ഒരുപാടുണ്ടെങ്കിലും ബാക്കിയുള്ള ദിവസങ്ങളിൽ വൈകുന്നേരം 3 മണി തൊട്ട് രാത്രി 10 മണി വരെയാണ്. അപ്പോൾ ആരെങ്കിലും പോകുന്നുണ്ടെങ്കിൽ ഈ സമയം പ്രത്യേകം നോട്ട് ചെയ്യുക. തിങ്കൾ ടു വെള്ളി നിങ്ങൾ പോവുകയാണെങ്കിൽ ഉച്ചയ്ക്ക് 3 മണി മുതലാണ് പ്രവർത്തനം. രാവിലെ അങ്ങോട്ടേക്ക് പോകരുത്. അതുപോലെ പ്രത്യേക ഫീസും കാര്യങ്ങളൊക്കെ ഇതിനേക്ക് എൻട്രിക്ക് നമ്മൾ കൊടുക്കേണ്ടതായിട്ടുണ്ട്. പിന്നെ ഉച്ചയ്ക്കുള്ള ഫുഡ് എനിക്ക് തോന്നുന്നു ഇവർ നേരത്തെ പോകുന്നതുകൊണ്ട് തന്നെ അവർ ഫുഡ് അറേഞ്ച് ചെയ്തിട്ടുണ്ടാവണം. ഫ്രൈഡ് റൈസും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അവിടെ തന്നെ അവർക്ക് ഫുഡും കാര്യങ്ങളൊക്കെ കിട്ടി. നമ്മൾ ഉച്ചയ്ക്ക് ശേഷമാണ് പോകുന്നതെങ്കിൽ എനിക്ക് തോന്നുന്നു ഫുഡൊക്കെ കഴിച്ചിട്ട് പോകുന്ന സമയമായതുകൊണ്ട് അവിടെ ഫുഡോ കാര്യങ്ങളോ ഒന്നും ലഭിക്കാൻ ചാൻസ് ഇല്ല. ഇത് ഏകദേശം ഒരു ഗ്രൂപ്പ് ആയിട്ട് പോയതുകൊണ്ട് അവർ ചിലപ്പോൾ ഫുഡ് പ്രൊവൈഡ് ചെയ്യാൻ സമ്മതിച്ചിട്ടുണ്ടാവും. എന്തായാലും നല്ല ഫുഡും കാര്യങ്ങളൊക്കെയാണ് കിട്ടിയത്. അത്യാവശ്യം ഫ്രൈഡ് റൈസും നോൺ വെജും ഉണ്ടായിരുന്നു. പക്ഷേ എൻ്റെ മോനും അങ്ങനെയുള്ള കുറച്ച് കുട്ടികൾ നോൺ കഴിക്കാത്തത് കൊണ്ട് അവർക്ക് സെപ്പറേറ്റ് ഒരു സ്ഥലത്തിരുത്തി നോൺ ഇല്ലാത്ത വിഭവങ്ങൾ അവർക്ക് വിളമ്പി. എന്തായാലും ഫുഡിൻ്റെ കാര്യങ്ങളൊക്കെ അവർ പറഞ്ഞു തന്നത് വളരെ മനോഹരമായിട്ടുള്ള ടേസ്റ്റി ഫുഡായിരുന്നു എന്നാണ് അറിയാനായിട്ട് സാധിച്ചത്. ചേർത്തല തണ്ണീർമുക്കം റോഡിൽ വാരനാട് എന്ന് പറയുന്ന സ്ഥലത്തായിട്ടാണ് ഈ അഖിലാഞ്ജലി സ്റ്റുഡിയോ പാർക്ക് സ്ഥിതി ചെയ്യുന്നത്. അതായത് നമ്മുടെ ഹൈവേയിൽ നിന്നും ഏകദേശം 5 കിലോമീറ്ററോളം ഉള്ളിലേക്ക് നമ്മൾ സഞ്ചരിക്കണം. തണ്ണീർമുക്കം ബണ്ട് റോഡെന്നൊക്കെ കേട്ടിട്ടില്ലേ, ആ റോഡിലൂടെ വേണം ഇങ്ങോട്ടേക്ക് പോകാനായിട്ട്. അപ്പോൾ ഇവിടെ സ്പെഷ്യലായിട്ട് സ്വിമ്മിംഗ് പൂള് അങ്ങനെയുള്ള ഒരുപാട് റൈഡ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ സ്വിമ്മിംഗ് പൂളും മറ്റുള്ള കാര്യങ്ങളും വേണമെങ്കിൽ പ്രത്യേകിച്ച് മിനിമം ആളുകളും കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ അവർ പ്രൊവൈഡ് ചെയ്യൂ. ബാക്കി ഫുൾ ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ അവരുടെ സൈറ്റിൽ നോക്കിയാൽ മാത്രമേ മനസ്സിലാകൂ. എന്താണെന്ന് വെച്ചാൽ ഈ ടൂറിൽ എനിക്ക് പോകാൻ പറ്റിയില്ല, ഞാൻ അവിടെ പോയിട്ടുമില്ല. അപ്പോൾ എന്തായാലും എനിക്കും അവിടെ ഒന്ന് പോകണമെന്നുണ്ട്. എന്തായാലും ഞങ്ങളെല്ലാവരും കൂടെ ഫാമിലി ആയിട്ട് വെക്കേഷന് പോകണം എന്ന് തീരുമാനിച്ചിട്ടുണ്ട്. പോകുവാണെങ്കിൽ നമ്മൾ ഉറപ്പായിട്ടും അതിൻ്റെ ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. അങ്ങനെ അടിച്ച് പൊളിച്ചതിന് ശേഷം ഏകദേശം 8:30 അവരെത്തിച്ചേരും എന്നുള്ളൊരു മെസ്സേജ് കിട്ടി. അങ്ങനെ അവനെ വിളിക്കാനായിട്ട് ഞങ്ങൾ നേരെ അവിടെ ചെന്നു. ഏകദേശം 9 മണിയോടടുപ്പിച്ച് നമ്മുടെ വണ്ടി ഇലഹാന തിരിച്ച് എത്തിച്ചേർന്നിരിക്കുകയാണ്. എന്തായാലും കുട്ടികളെല്ലാവരും ഹാപ്പിയാണ്. ഞാനവിടെ എത്തിയപ്പോഴേക്കും എന്നെപ്പോലെ തന്നെ ഒരുപാട് രക്ഷകർത്താക്കൾ അവരുടെ കുട്ടിപ്പട്ടാളങ്ങളെയും അന്വേഷിച്ച് അവിടെ നിൽപ്പുണ്ട്. എന്തായാലും നമ്മുടെ കുട്ടികളെല്ലാം സേഫായിട്ട് ഹാപ്പി ആയിട്ട് തിരിച്ചു വന്നു എന്നുള്ളത് കാണുമ്പോൾ തന്നെ നമ്മൾ രക്ഷകർത്താക്കളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയൊരു ഹാപ്പിനെസ്സാണ്. അപ്പോൾ ദാ നമ്മുടെ വേദൂസ് തിരിച്ചെത്തിയിട്ടുണ്ട്. അവൻ ഒരുപാട് ഹാപ്പിയാണ് എന്നുള്ളത് അവൻ്റെ മുഖം കണ്ടാൽ മനസ്സിലാവും. എന്തായാലും ഇനിയും ഇതുപോലെയുള്ള യാത്രകൾക്ക് പോകാൻ ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. അപ്പം മറ്റൊരു വീഡിയോയിൽ നമുക്ക് ഇനിയും കാണാം.